പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവദാസന്മാരെ, നിങ്ങളെല്ലാവരെയും ഞാൻ ഒരു പ്രാവശ്യം പ്രവർത്തനം ചെയ്യും. ഈ വിശുദ്ധ സഭായോഗത്തിൽ ഈ രാജ്യത്തുള്ള അസംബ്ലീസ് ഓഫ് ഗോഡുകാരായ മലയാളികളായ ദൈവമക്കളോടും നമ്മളോട് ചേർന്ന് ആരാധിക്കാൻ വന്ന മറ്റ് പ്രിയപ്പെട്ട സഹവിശ്വാസികൾ ദൈവദാസന്മാരോടും ചേർന്ന് ഞങ്ങൾക്കും ഇന്ന് ഇവിടെ ആരാധിക്കാൻ സാധിക്കുന്നതിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ സമ്മേളനത്തിന് വരാൻ എന്നെ ക്ഷണിച്ച ശുശ്രൂഷയ്ക്ക് സൗകര്യം തന്ന പ്രിയപ്പെട്ട പാസ്റ്റർ ജോൺസൺ അദ്ദേഹത്തിന്റെ ടീമിനോടും ഞാൻ പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ഇവിടെയുള്ള ബഹുമാന്യരായ ദൈവദാസന്മാർ കഴിഞ്ഞ അനേക വർഷങ്ങളായിട്ട് ശുശ്രൂഷയിൽ എനിക്ക് കൈത്താങ്ങൽ തന്നിട്ടുള്ളവരാണ്. ഏറെക്കുറെ ഇവിടെയുള്ള എല്ലാ അസംബ്ലീസ് ഓഫ് ഗോഡ് പാസ്റ്റേഴ്സും ദീർഘവർഷങ്ങളായിട്ട് എന്നെ കൈക്കൊള്ളുകയും ശുശ്രൂഷയ്ക്ക് അവസരം തരികയും ചെയ്തിട്ടുള്ളവരാണ്. ഒരു 29 വർഷം മുമ്പ് ഞങ്ങൾ ഇവിടെ കുടിയേറിയതാണ്. എന്നാൽ ദൈവത്തിന്റെ ശുശ്രൂഷ നാട്ടിൽ ചെയ്യാൻ അന്ന് തന്നെ ആത്മാവ് ഞങ്ങൾക്ക് നിയോഗം തന്നതുകൊണ്ട് ഞങ്ങൾക്ക് താമസിക്കാതെ നാട്ടിൽ താമസിച്ചുകൊണ്ട് ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യുകയാണ്. അങ്ങനെ കുടിയേറ്റക്കാരായതുകൊണ്ട് ഇങ്ങനെ കൂടെ ഇവിടെ വരുന്നതാണ്. എന്നാലും ദീർഘവർഷങ്ങൾ ഈ ബഹുമാനപ്പെട്ട പാസ്റ്റർമാരും സ്നേഹിച്ച് ശുശ്രൂഷിച്ചുള്ള ധാരാളം ദൈവമക്കളും ഈ രാജ്യത്തുണ്ട്. നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടെ ഓർക്കുന്നു. നിങ്ങളെ ഞാൻ ബഹുമാനിക്കുന്നു. നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാ ദിവസവും അമേരിക്കയുടെ ദൈവജനത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാം. അതുകൊണ്ട് പ്രാർത്ഥനയുടെ ബന്ധത്തിൽ നിങ്ങളും ഞങ്ങളെ അനേകം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നറിയാം. നിങ്ങളുടെ സഹകരണത്തിന് നന്ദി. ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്ന് പറഞ്ഞ ഹാബസ്റ്റിയുടെ ബിബി കുറച്ചു നാൾ മുമ്പ് ഞങ്ങൾ പരിചയപ്പെടാനിടയായി. നമ്മുടെ നാട്ടിൽ വളരെ നല്ല നിലയിൽ ഒരു TV പ്രവർത്തനം നടത്താൻ, ഒരു ചാനൽ നടത്താൻ അദ്ദേഹത്തിന് ദൈവം കൃപ കൊടുത്തു. അദ്ദേഹത്തെ അവിചാരിതമായിട്ടാണ് ഞാൻ ഇവിടെ കണ്ടത്. എനിവേ അദ്ദേഹത്തിന്റെയും ഒരു പ്രവർത്തനത്തെയും ഓർത്ത് നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. മലയാളം ഡിസ്ട്രിക്റ്റിൽ നിന്ന് ഒരു മിഷണറിയെ വടക്കേ ഇന്ത്യക്ക് അനേകരെ അയച്ചതിൽ ഒരാൾ ഇവിടെ വരാനിടയായി. പഞ്ചാബിൽ മുസ്ത എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ടൗൺ, അവിടെ പോയി ഒരു വേല ആരംഭിച്ച് കഴിഞ്ഞ 10 വർഷമായിട്ട് ഏതാണ്ട് 200-ലധികം വിശ്വാസികൾ അദ്ദേഹത്തിനുണ്ട്. 3 ഔട്ട് സ്റ്റേഷൻസും ഉണ്ട്. ആ ഒരു ദൈവദാസൻ ഈ സമ്മേളനത്തിൽ വന്ന് സംബന്ധിക്കുന്നു. ഫിനി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? ഫിനി ജോർജ് വളരെ അഭിമാനത്തോടെ ഞങ്ങൾ ഓർക്കുന്ന ഒരു മിഷണറിയാണ്. ഇതുപോലെ ചിലരെ അതിശക്തമായിട്ട് വടക്കേ ഇന്ത്യയിൽ കേരളത്തിൽ നിന്ന് വിട്ടിട്ടുള്ള മിഷണറിമാരെ ദൈവം ഉപയോഗിക്കുന്നതിൽ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന സഹോദരനാണ് ഫിനി ജോർജ്. അദ്ദേഹത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഇന്ന് കഥാദാസൻ പാസ്റ്റർ KC ജോണിനോടൊപ്പം ഇവിടെ ആയിരിക്കുന്നതിൽ സന്തോഷം. അദ്ദേഹം പറഞ്ഞതുപോലെ വിദ്യാർത്ഥിയായിരുന്നു, ഞങ്ങൾ ഒരുമിച്ച് അധ്യാപകരായിരുന്നു. അദ്ദേഹത്തിന് ദൈവം കൊടുത്ത അത്ഭുത സൗഖ്യം ഇല്ലായിരുന്നെന്ന് കേട്ടു. എന്നാൽ ഓപ്പറേഷൻ കഴിഞ്ഞ് 3 മാസമായി. എന്നാലും ഇത്രയും ശബ്ദമൊക്കെ എടുത്ത് ഇന്നിവിടെ നിൽക്കാൻ ദൈവം കൊടുത്ത ബലത്തിനായി അതുപോലെ തന്നെ പാസ്റ്റർ ഡാനിയൽ ഘോഷ്, അദ്ദേഹം വളരെ കഷ്ടത്തിലായിരുന്നെങ്കിലും ദൈവം അതിശയകരമായി ഉദ്ധരിച്ചു കൊണ്ടുവന്നിരിക്കാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്ക് അവസാനമായി ചില വാക്കുകൾ പറഞ്ഞ് ഉപസംഹരിക്കാനാണ് നിയോഗമുള്ളത്. നിങ്ങളോട് പറയാനായിട്ട് എനിക്ക് പരിശുദ്ധാത്മാവ് തന്ന ചില വാക്കുകൾ ഞാൻ വിളിച്ചു പറയുകയാണ്. നമ്മുടെ തലമുറ വളരെ പുരോഗമിച്ച ഒരു തലമുറ, ഒരു ലോകം, അതിനാണ് നമ്മൾ ജീവിക്കുന്നത്. സയൻസ് വളരെ വലിയ പുരോഗതികൾ ഉണ്ടാക്കി. മനുഷ്യൻ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കി. ലോകം വളരെ മുമ്പോട്ട് പോയി. ആ ലോകത്തോട് കിടപിടിച്ച് നിൽക്കാൻ
പെന്തിക്കോസ്തുകാരുടെ ജ്ഞാനം പോരാ. ഭൂമിയിലെ വലിയ ജ്ഞാനികളുടെ ജ്ഞാനിക്കുന്നൊക്കെ പെന്തിക്കോസ്തുകാർ ആരും ഇല്ല. കുറച്ച് പഠിച്ചവർ നമുക്കുണ്ടെന്ന് പറഞ്ഞാലും എത്രയോ മനുഷ്യർ ഇതിനേക്കാൾ വലിയ ജ്ഞാനികളാണ്. നാം കുറച്ച് പേർക്ക് പൈസ ഉണ്ടെന്ന് തോന്നിയാലും ലോകത്തിലെ പണക്കാരുടെ ദൃഷ്ടിയിൽ നമ്മളാരും പണക്കാരല്ല. നമ്മുടെ പണം അതിന് മതിയാകുന്നതല്ല. ഇന്നത്തെ ലോകത്തിലെ ശാസ്ത്രത്തോട് കിടപിടിക്കാൻ നമ്മുടെ ഇവിടുത്തെ ഒരു കഴിവുകളും മതിയായതല്ല. പക്ഷേ ഈ ലോകത്തിൽ അവരിൽ ഒരാളായി സാധാരണക്കാരായിട്ട് ജീവിക്കാൻ, ആ കൂടിയവരെയല്ല, സാധാരണക്കാരെ അല്ല കൂടിയവരെ പോലെ ജീവിക്കാൻ ദൈവം വിളിച്ചവരല്ല നമ്മൾ. ഇതിന്റെ പേര് ഒരു വലിയ ആത്മീയ ആധിപത്യമെടുത്ത് ഇന്നത്തെ ലോകത്തിൽ നാം സേവിക്കുന്ന ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്ന് തെളിയിക്കാൻ, വിളിച്ചു പറയാനല്ല തെളിയിക്കാൻ വിളിക്കപ്പെട്ട ജനമാണ് ഞാനും നിങ്ങളും എന്ന് വിളിച്ചു പറയാനാണ് എനിക്ക് നിയോഗം. കഥാദാസൻ മാസ്റ്റർ ഏബ്രഹാം തോമസ് ശക്തിയുള്ള ദൈവത്തിന്റെ വചനം എന്ന് പകൽ നമ്മോട് പറഞ്ഞു. അതിശക്തമായി എന്ന് പറഞ്ഞു. അദ്ദേഹം നിർത്തിയിടത്താണ് ഇന്ന് എനിക്ക് തുടങ്ങാൻ വചനം തന്നിട്ടുള്ളത്. 2020 ലോകം ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്നു എന്ന് നിങ്ങൾക്കറിയാമായിരിക്കും. ഏത് രാജ്യവും എന്തോ വലിയ കാര്യം 2020 സംഭവിക്കും എന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഇന്ത്യ അങ്ങനെയാണ്, ഈ രാജ്യം അങ്ങനെ തന്നെയാണ്, ലോകമെല്ലാം അങ്ങനെയാണ്. ഒരു പക്ഷേ നിങ്ങൾക്കറിയാമായിരിക്കും 2020 ആകുമ്പോഴത്തേക്ക് ലോകം ഒരു മുസ്ലിം രാജ്യമാകും എന്നാണ് മുസ്ലിം എന്ന വിശ്വാസം മാത്രമല്ല, അതവർ പരസ്യമായി പ്രഖ്യാപിക്കും. അതിനുവേണ്ട സകല കാര്യങ്ങളും അവർ ചെയ്തുകൊണ്ടിരിക്കും. അതിന്റെ സംവിധാനങ്ങളെല്ലാം അതിന്റെ അന്തരംഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാലം. അത് 2020 സംഭവിക്കുമോ ഇല്ലയോ എന്നെനിക്കറിയില്ല. പക്ഷെ നിശ്ചയമായിട്ടും ഞാൻ വേദപുസ്തകം മനസ്സിലാക്കിയിടത്തോളം ഒരു ദിവസം അത് സംഭവിക്കും. പക്ഷേ അതിനു മുമ്പ് യേശു ക്രിസ്തുവിന്റെ സഭ, യേശു എന്ന് വരുമെന്ന് പറയാൻ, കാലക്കിഴക്ക് പറയാൻ നമ്മളെ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല, ആർക്കും വെളിപ്പെടുത്തിയിട്ടില്ല. എങ്കിലും ഇതെല്ലാം കാണുമ്പോൾ അവൻ അടുക്കെ വാതിൽക്കൽ തന്നെ നിൽക്കുന്നു എന്ന് അറിയണ്ടേ? പക്ഷെ ആ അന്ത്യകാലത്ത് പത്രോസ് വിളിച്ചു പറയുന്നത്, ആ അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേൽ ഞാൻ എന്റെ ആത്മാവിനെ പകരും എന്ന് ദൈവം പറഞ്ഞെങ്കിൽ പറയൂ, ഇന്നത്തെ സഭ ഉറക്കത്തിൽ കിടക്കുമോ അതോ ഉണരുമോ? ഇന്നത്തെ സഭയിലെ മരണം, നിർജീവത്വം ഇതുപോലെ തുടരുമോ അതോ ഇതിനകത്ത് ഒരു ജീവൻ ഉത്പാദിതമാകുമോ? ഈ വചനം സത്യമെങ്കിൽ നിശ്ചയമായും സത്യം നമ്മുടെ തലമുറയിൽ, അവിടുത്തെ വരം നമ്മുടെ കാലത്തെങ്കിൽ നമ്മുടെ തലമുറയിൽ ഒരു ഉണർവ് സംഭവിച്ചേ തീരൂ, ഒരാത്മപ്രവൃത്തി സംഭവിച്ചേ തീരൂ. കാര്യങ്ങൾ കാണുമ്പോൾ നിശ്ചയമായും നമുക്ക് നിരാശയുണ്ടാവും. ഞാനും വളരെ വേദനയോടെ ജീവിക്കുന്ന ഒരു നേതാവാണ്. സഭ നില കണ്ടിട്ട് വളരെ സങ്കടത്തോടെ, ഇൻഫാക്ട് നെടുവിൽപ്പെട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. ചിലപ്പോ വിചാരിക്കും എല്ലാം തകർന്നു പോയെന്ന്. പക്ഷെ ഇന്ന് പകൽ എന്നെ തന്നെ ധൈര്യപ്പെടുത്താനും നിങ്ങളോട് വിളിച്ചു പറയുവാനും ആത്മാവിലേക്ക് തരുന്ന തൂക്ക് നിശ്ചയമായിട്ട് അവരുടെ ആത്മാവിന്റെ ഒരു പ്രവൃത്തി നമ്മുടെ തലമുറയിലുണ്ടാകും. ഇക്കാലത്തുള്ള ദൈവം എനിക്ക് തന്ന വെളിപ്പാടിനാൽ കഴിഞ്ഞ 14 വർഷമായി വളരെ ശക്തിയായി ഞാൻ പ്രസംഗിച്ചു നടന്നു. ഇടക്കാലത്ത് പലതുകൊണ്ടും അത്രയും ആ കാര്യങ്ങൾ തെളിച്ച് പറയാറില്ലായിരുന്നു. പക്ഷേ 2020 ആകാൻ ഇനി 7 വർഷമേ ഉള്ളല്ലോ. അങ്ങനെയെങ്കിൽ ഈ ഒരാഴ്ച വട്ടക്കാലം ഒരാത്മപ്രവൃത്തിയുടെ ആഴ്ചയായിട്ട് നമ്മുടെ ജീവിതത്തിൽ തീരേണ്ടതല്ലേ? നിങ്ങളോട് പറയാനുള്ള ഞാൻ പറഞ്ഞില്ല, പാസ്റ്റർ ഏബ്രഹാം തോമസ് നിർത്തിയിടത്ത് ഒരാത്മനദിയെ കുറിച്ചല്ലേ പറഞ്ഞത്? നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത ഒരാത്മനദിയെ കുറിച്ചല്ലേ ഇവിടെ പറഞ്ഞത്? ഇവിടെ പ്രസംഗിച്ച ഭാരത പ്രസംഗി അപ്പോസ്തലൻ സുമി വിളിച്ചു പറഞ്ഞത് ആത്മാവിന്റെ അടുത്ത
അടുത്ത ഒരു മണ്ഡലത്തെ കുറിച്ചല്ലേ? അതായത് ഇവിടുത്തെ ദൂതിന്റെ പ്രസക്ത ഭാഗം. ഇന്ന് ഈ പകൽക്കാലം എനിക്ക് വിളിച്ചു പറയുവാനുള്ള ദൂത് അത് തന്നെയാണ്. ആത്മാവിന്റെ അടുത്ത ഒരു മണ്ഡലമുണ്ട് എന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം. പാദം വരെയുള്ള വെള്ളം കഴിഞ്ഞ് മുട്ടറ്റ്, മുട്ട് കഴിഞ്ഞാൽ അരക്കൊപ്പം, അര കഴിഞ്ഞാൽ നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വഹിയാത്ത ഒരു ജലപ്രവാഹത്തിലേക്ക് ആരും പോകും? ദൂതന്റെ വിളി കേട്ട് ഇറങ്ങിപ്പോകുന്നവരല്ലേ പോകും. കരയ്ക്ക് നിൽക്കുന്നവർ ആരെങ്കിലും ഇത് അനുഭവിക്കുമോ? ഇത് കണ്ട് നോക്കി നിൽക്കുന്നവർ അനുഭവിക്കുമോ? ഇത് കണ്ട് വിമർശിക്കുന്നവർ അനുഭവിക്കുമോ? അതോ ദൈവമേ ഞാൻ വരുന്നു, വിളിക്ക് ഞാൻ വരുന്നു, ഇനിയും അങ്ങയുടെ ആഴമുണ്ട് എന്ന് വിളിച്ചു പറയുവാൻ മനസ്സുള്ളവർക്കല്ലേ അതിലേക്ക് പോകാൻ പറ്റുകയുള്ളൂ? ആത്മാവിന്റെ അടുത്ത മണ്ഡലങ്ങളുണ്ട് എന്ന് പറയുവാൻ നമ്മൾ വാസ്തവത്തിൽ തയ്യാറാകുമോ എന്നാണ് എനിക്ക് വിളിച്ചു ചോദിക്കാനുള്ള ഒരു ഭാഗം. അന്യഭാഷ പറയുന്നതിൽ നാം വിശ്വസിക്കുന്നു. നാം അന്യഭാഷ പറയുന്നു. അന്യഭാഷ പറയുന്നതിൽ നിന്ന് ആത്മാവിൽ പാടാനും ആത്മാവിൽ പ്രാർത്ഥിക്കാനുമുള്ള മണ്ഡലത്തിലേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാൻ പറ്റുമോ? സ്തോത്രം. ഇവിടെ പറഞ്ഞതുപോലെ നിർത്തില്ലാതെ ഇനി ഇരുന്ന് പ്രാർത്ഥിക്കാൻ കഴിയാത്ത നേരത്ത് അടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴും ആത്മാവിൽ പ്രാർത്ഥിക്കാമല്ലോ. വണ്ടി ഓടിക്കുമ്പോഴും ആത്മാവിൽ പ്രാർത്ഥിക്കാമല്ലോ. ജോലി ചെയ്യുവാനിരിക്കുമ്പോഴും ആത്മാവിൽ പ്രാർത്ഥിക്കാമല്ലോ. അതിന് ആ ബുദ്ധി വേണ്ടതല്ല, ആത്മാവിലല്ലേ പ്രവർത്തിക്കുന്നത്. അതും പോരാ, ആത്മാവ് കൃപാവരങ്ങൾ നൽകിയിരിക്കുന്നു വിശ്വസിക്കുന്നവരല്ലേ പെന്തക്കോസ്തുകാരായ. ഒരുപക്ഷെ മിക്കവരും ഇന്നതിൽ ഓപ്പറേറ്റ് ചെയ്യുന്നില്ലെങ്കിലും അതിനെക്കുറിച്ച് അധികം പ്രസംഗിക്കുന്നില്ലെങ്കിലും അങ്ങനെ ഒരു കാര്യം ഉണ്ടെന്നുള്ളത് സത്യമല്ലേ? അത് പണ്ടത്തെ കാലത്തേക്ക് മാത്രമായിരുന്നില്ലല്ലോ. ഈ കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ ആരംഭത്തിലേക്ക് മാത്രമല്ലായിരുന്നുവല്ലോ. ഇന്നും വിശ്വസിക്കുന്നെങ്കിൽ വചനം വിളിച്ചു പറയുന്നു, എന്റെ ആത്മാവിനെ പകരം നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും അതും കഴിഞ്ഞാൽ ശരീരം മുഴുവൻ ആത്മാവ് നിറഞ്ഞവരായി. അക്ഷരാർത്ഥത്തിൽ ഈ ശരീരം മുഴുവൻ ആത്മാവ് ഇറങ്ങി താമസിക്കുന്നതായി, അനുഭവിക്കുന്നതായി. കേവലം തോന്നലല്ല, അനുഭവിക്കുന്നതായി. ഉച്ചി മുതൽ ഉള്ളങ്കാൽ വരെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളിലും ആത്മാവ് നിറഞ്ഞിരിക്കുന്ന ഒരനുഭവത്തിലേക്ക് നമുക്ക് പോകാം. അത് കഴിഞ്ഞാൽ ഇത് എന്നിൽ നിന്നാ പോരാ, ഇത് ഒഴുകണം. എന്നെ വിശ്വസിക്കുന്നവരെ ഉള്ളിലുണ്ട്. തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന് നദികൾ എനിക്ക് വേണ്ടി മാത്രമല്ല, ഞാൻ തൊട്ടാൽ ഒഴുകുവാൻ, ഞാൻ പറഞ്ഞാൽ ഒഴുകുവാൻ. സ്തോത്രം. അങ്ങനെ ഒരു മണ്ഡലത്തിലേക്ക് പോകാൻ ദൈവം തന്റെ ജനത്തെ വിളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിശ്വസിക്കേണ്ട കാര്യമുണ്ടോ? ഒരു വാക്കുകൾ ഞാൻ വിളിച്ചു പറയട്ടെ. പലപ്പോഴും ചോദ്യമുള്ള മനസ്സിലാവാത്തൊരു വാക്യം. യോഹന്നാന്റെ സുവിശേഷം 14 വാക്യം യേശു വിളിച്ചു പറഞ്ഞു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവരും ചെയ്യും. അടുത്തത്, ഞാൻ പിതാവിന്റെ അടുത്ത് പോകുന്നത് കൊണ്ട് അതിൽ വലിയതും ചെയ്യും. മിക്കപ്പോഴും നമുക്ക് മനസ്സിലാകാത്ത വാക്യം, എനിക്ക് മനസ്സിലാകാത്ത വാക്യം. കഴിഞ്ഞ ദിവസം ഒരാളിനോട് ചോദിച്ചു, എന്താണ് ഇതിന്റെ അർത്ഥം? നമുക്കറിയില്ല എന്ന് തോന്നിയേക്കാം. പക്ഷെ ഇന്ന് പകൽ ആത്മാവ് എന്റെ ഉള്ളിൽ അതിനെക്കുറിച്ചുള്ളൊരു പ്രകാശനം ഞാൻ വിളിച്ചു പറയട്ടെ. ആത്മാവിന്റെ മണ്ഡലം നമ്മൾ അറിഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഒതുങ്ങിയിരിക്കുന്നവരല്ലേ മിക്ക ബന്ധുക്കൂസ്തുകാരും.
ഇത്രയേ ഉള്ളൂ എന്ന് പറയുന്നിടത്ത് യേശു പറഞ്ഞ ആ വാക്കിന്റെ അർത്ഥം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ യേശു ചെയ്തതിനേക്കാൾ വലുതുണ്ടെന്ന്. അതല്ലേ വാക്യത്തിന്റെ അർത്ഥം? ഇനിയും മണ്ഡലങ്ങളുണ്ടെന്ന് ആത്മാവിൽ ജീസസ്. ഞാൻ പുതിയതോ പറയുന്നത് വചനം പറയുന്നത് പറയുക, അതിലും വലിയതുണ്ടെന്ന് പറഞ്ഞാൽ ഒരുങ്ങിയിരിക്കുന്ന പെന്തക്കോസ്തുകാരാ, ഒരുങ്ങിയിരിക്കുന്ന പാസ്റ്ററെ, ഞാനും നിങ്ങളും ഇന്ന് പകൽക്കാലം വിശ്വസിക്കണ്ടേ? തീർന്നില്ല ആത്മമണ്ഡലം. നമ്മൾ കണ്ടിട്ടില്ലാത്ത ആത്മമണ്ഡലമുണ്ട്, കരുതിപ്പോയിട്ടില്ലാത്ത ആത്മമണ്ഡലമുണ്ട്. എനിക്കതിനെ കുറിച്ച് പറയാൻ കിട്ടിയ ഒരു പ്രകാശനം വിധിശക്തിയുടെ ഉദാഹരണമാണ്. ഇവിടെ ശ്യാമൻ പറഞ്ഞതുപോലെ ഒരു വീട് പണിഞ്ഞ കൊച്ചി വീടുകാരൻ നമ്മുടെ നാടിന്റെ കണക്കനുസരിച്ച് എവിടുത്തെ കണക്കിന് ഒരു സിംഗിൾ ഫേസ് കണക്ഷനാണ് എടുക്കുന്നത്. അത് മതി ഒരു കൊച്ചി വീടിന്. പക്ഷെ വീട് വലുത് പണിതാൽ 3 ഫേസ് വരെ. ആമേൻ. ഒരു 3 ഫേസ് കണക്ഷൻ ഉണ്ടെങ്കിൽ ഒരു കൊച്ചു തടിമിൽ നടത്താം, ഒരല്പം കൊമേഴ്ഷ്യലായിട്ട് കാര്യം ചെയ്യാം. ആയത് 3 ഫേസ് തന്നെ വേണ്ടേ? സിംഗിൾ ഫേസ് കാരനെ കൊണ്ട് നടക്കില്ലല്ലോ. സിംഗിൾ ഫേസ് ചെയ്യാൻ തന്റെ കാര്യം മാത്രമല്ലേ നടക്കുള്ളൂ, വേറെ കൊടുക്കാൻ തന്റെ പക്കലില്ലല്ലോ. ആമേൻ. ഒരു ഇച്ചിരി വലിയ ചെറിയ ഹോട്ടൽ നടത്തണമെങ്കിൽ അതും പോരാൻ ഒരു ട്രാൻസ്ഫോമർ വേണമല്ലോ. നാട്ടിൽ കുറച്ചു പേർ കണ്ടു കൊടുക്കാൻ ഒരു ട്രാൻസ്ഫോമർ വേണമല്ലോ. അതൊരു വലിയ യൂണിറ്റ് തുടങ്ങണമെങ്കിൽ ഒരു ഇലക്ട്രിക് സബ്സ്റ്റേഷൻ തന്നെ വേണ്ടേ? എല്ലാം വിധിച്ചല്ലേ, എല്ലാം പവറല്ലേ? പക്ഷെ അളവിന് വ്യത്യാസമില്ലേ? ഇല്ലേ? അളവിന് വ്യത്യാസമില്ലേ? അളവിന് വ്യത്യാസമുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം സിംഗിൾ ഫേസുകാരന്റെ കണക്ഷനകത്ത് 3 ഫേസുകാരന്റെ കണക്ഷൻ കൊടുക്കാൻ പറ്റില്ല, എന്നപ്പോൾ കത്തിപ്പോവും. 3 ഫേസുകാരന്റെ അകത്ത് ട്രാൻസ്ഫോമറിന്റെ കണക്ഷൻ കൊടുക്കാൻ പറ്റില്ല, ശകലങ്ങൾ പറഞ്ഞു. ഏനാ ഒരു ട്രാൻസ്ഫോമർ വെച്ചിരിക്കുന്നത് ഈ ഹെവി ലൈനിൽ വരുന്ന കണക്ഷൻസ് കൊടുക്കാൻ പറ്റില്ല, അതിന് സബ്സ്റ്റേഷൻ വേണം. അതിന്റെ അർത്ഥം ഇന്നത്തെ നമ്മുടെ നിലയിൽ നിന്ന് നമ്മളെ ഒന്ന് പുതുക്കി പണിയണമെന്നല്ലേ? എക്വിപ്മെന്റ്സ് എല്ലാം ഒന്ന് മാറ്റി വെക്കണം എന്നല്ലേ? നമ്മളെ മൊത്തം ഒന്ന് പണിഞ്ഞെടുക്കണം എന്നല്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മമണ്ഡലത്തിൽ പാപത്തിലല്ലാതെ ജീവിക്കുമ്പോഴും ശക്തിയോടെ ശുശ്രൂഷ ചെയ്യുമ്പോഴും ശോധനയുടെ കാലം വന്ന്, വേദനയുടെ കാലം വന്ന്, സങ്കടത്തിന്റെ കാലം വന്ന്, എന്തേ ഇതൊന്ന് ചോദിച്ച സമയം ദൈവത്തിന്റെ ദാസന്മാരെ നിങ്ങൾക്കില്ലേ? എനിക്കില്ലേ? അത്രയേറാണ് വേദനയോടെ കഴിച്ചു കൂട്ടിയതിന്റെ നാട്ടിൽ അവസാനം ഒരു ദിവസം ഒരു പുതുക്കിപ്പണി തെളിഞ്ഞു വന്നപ്പോൾ ബോധ്യമായി, എന്നെ പണിഞ്ഞത് അതിന് വേണ്ടിയായിരുന്നു. പണിയാൻ കണക്ഷൻ തരാൻ പറ്റില്ല. ഞാൻ ഇന്ന് ഒരു പ്രോസസ്സിൽ കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. തിരിച്ചറിയുന്നു എന്തോ ഒരു വലിയ സംഭവം എന്നെയും എന്റെ കുടുംബത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പാണ്, ആത്മാവിൽ സൂചനകൾ നൽകിയിരിക്കുന്നു. അടുത്തൊരു മണ്ഡലത്തിന് ആത്മ ഒരുക്കുമെന്ന് ഞങ്ങൾക്കറിയാം. അതിനെ പൊളിച്ചു കാലങ്ങളുണ്ട്, പക്ഷെ അതുകൊണ്ട് അവസാനിക്കില്ല. അപ്പുറത്തെ ദൈവ മഹത്വം വെളിപ്പെടുത്തുന്ന ഒരു ദിവസം ഉണ്ടാവും. ഞാനിതൊന്നുകൂടെ പറഞ്ഞു നിർത്തുന്നു. ഈ നദി ചെന്ന് ചേരുന്നത് എവിടെയാണെന്ന് അറിയാമോ? അരാബയിലേക്ക് ഒഴുകുന്നു. അവിടെ പറഞ്ഞിട്ടില്ല അവിടെ അരാബയിലേക്ക് ഒഴുകുന്നു എന്നാണ് അതിന്റെ 8ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. യോശുവയുടെ പുസ്തകം 3-ാം 16-ാം വാക്യം വായിച്ചാൽ അത് ചാവുകടലാണ്. ഈ ആത്മാവിന് നദി ഒഴുകിച്ചെന്ന് വീഴുന്നത് ചാവുകടലാണ്. നിങ്ങൾക്കറിയാം, ചാവുകടലിൽ ഒരു ജീവജന്തുവില്ല, ഉണ്ടാവില്ല. അവിടെ ജീവൻ ഉത്പാദിപ്പിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതി, നിലനിൽക്കാൻ പറ്റാത്തൊരു സ്ഥിതിയാണുള്ളത്. ആത്മാവിന് നദി ചെന്നാൽ ജീവനില്ലാത്ത ജലാശയത്തിൽ ജീവനുണ്ടാവും. അടുത്ത വാക്ക്, അത് പത്യമായി. ജീസസ് നിങ്ങൾ നിൽക്കുന്ന സഭ അതിന്റെ നിർജീവത്വം മാറി അത് പത്യമായി. അതിന്റെ പ്രശ്നങ്ങൾ മാറി അത് പത്യമായി. പക്ഷേ പുതിയ നിയമ സംവിധാനം നമ്മുടെ രാജാവ് കൂടെ പോകുമെന്നുള്ളതായിരിക്കുമ്പോൾ തന്നെ
ഇതിനകത്ത് നിക്ഷേപിച്ചു, ഇതിനകത്തുകൂടെ കയറ്റി ഇറക്കി. എന്നിലും നിങ്ങളിലൂടെ ഈ നദി ശക്തിയായി ഒഴുകിയാൽ സഭയുടെ മാറിയെ പറ്റും, സംഘടനയുടെ നില മാറിയെ പറ്റുകയുള്ളൂ. അങ്ങനെ സംഭവിക്കും എന്ന് മാത്രമല്ല അതിന് പറയാനുള്ളത്. ശാപത്തിന് സ്ഥലമല്ലേ അത്? ദൈവം ശപിച്ച് ന്യായവിധി വന്ന സ്വതം ഗോമരയുടെ സ്ഥലമല്ലേ ചാവുകൾ? അതിന്റെ അർത്ഥം സകല ശാപവും സകല തകർച്ചയും ഈ ആത്മാവി നമ്മളുടെ ഒഴുകിയാൽ അവസാനിക്കും എന്ന് പറയാൻ വിളിച്ചു പറയാൻ തയ്യാറാവണം. ശാപം മാറും, തകർച്ച മാറും, ആത്മനദി എന്നിൽ കൂടെ ഒഴുകും. ഈ കൊച്ചു കടലിൽ 34 മൈൽ നീളവും 11 മൈൽ വീതിയും മാത്രമുള്ള ഈ കൊച്ചു കടലിൽ മെഡിറ്ററേനിയൻ സമുദ്രത്തിലെ മത്സ്യം പോലെ ഒറ്റ മത്സ്യമില്ലാത്തടത്ത് അസംഖ്യം മത്സ്യമുണ്ടായി. അനാദി ജാതിയായി, വിവിധ ജാതിയായി മീൻ പിടിക്കാമെന്ന് വലവീശി എന്ന് ദൈവം പറയുന്നത് മീൻപിടുത്തത്തെ കുറിച്ചല്ല, അന്ത്യകാലത്ത് എനിക്കും നിങ്ങൾക്ക് ചെയ്യാനുള്ള ആത്മീയ ശുശ്രൂഷയാണ്. ദയവായി ഇന്ന് പകൽക്കാലം ജീസസ് ഇവിടെ ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് ഞാൻ സ്വയമായി എന്നോട് വിളിച്ചു പോകുന്നല്ല, ഈ കുയർക്കുകളോട് പറയുവാൻ, എന്നോട് തന്നെ പ്രസംഗിക്കുവാൻ ആത്മാവ് എനിക്ക് വാക്ക് നമ്മളോട് ഞാൻ വിളിച്ചു പറയുകയാണ്. നിശ്ചയമായിട്ടും എന്റെ തലമുറയിൽ, എന്റെ മക്കളുടെ കാലത്തല്ല, എന്റെ തലമുറയിൽ എന്റെ കാലത്ത് ഒരാത്മപ്രവർത്തി ഉണ്ടാകും. വേറെ ആരുടെയും മേലല്ല ഒഴുകേണ്ടത്, എന്റെ മേലാണ് ഒഴുകേണ്ടത്. ജീസസ് ജീസസ് ജീസസ്. രാജ്യത്തിലല്ല എന്റെ മനുഷ്യത്വത്തിൽ, എന്റെ ആത്മത്തിൽ അത് ഇറങ്ങി വരും. ഒരു മിനിറ്റ് വിശ്വസിച്ചെന്ന് പറയാമോ? ആർക്ക്? എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ. സംശയിക്കുന്നവന് ഇപ്പോൾ അതിൽ പങ്കില്ല. എല്ലാം കൂടെ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു പങ്കുണ്ടായേക്കാം. പക്ഷേ തുടക്കക്കാരൻ വിശ്വസിക്കുന്നവൻ, വിശ്വസിക്കുന്ന പാസ്റ്റർ, വിശ്വസിക്കുന്ന സംഭവിക്കും നിശ്ചയം. കരങ്ങളെ മനുഷ്യൻ ഇന്ന് പകൽക്കാരോട് പറയാൻ പറ്റുമോ? എന്തായാലും സംഭവിക്കും. ഇന്ന് പകൽ തുടങ്ങണം, ഇവിടെ തുടങ്ങണം, ഇവിടെ തുടങ്ങണം, ഇവിടെ തുടങ്ങണം. അത് സംഭവിക്കും. ജീവനുണ്ടാകും. എന്റെ സഭയിലെ മരണങ്ങൾ, എന്റെ സംഘടനയിലെ മരണങ്ങൾ ആത്മാവിന്റെ പ്രവർത്തി നിമിത്തം മനുഷ്യർ വിളിക്കപ്പെടും. ഒരു ആത്മകൊത്തണം എന്റെ സഭയിൽ, ഒരു ആത്മകൊത്തണം നിശ്ചയമായി. മരണം ഇന്നുള്ളിടത്ത് ഒരൊറ്റ വ്യക്തി മനസ്സാന്തരപ്പെടാത്തത് ആത്മപ്രവൃത്തി ഉണ്ടാകുമ്പോൾ വിശ്വസിച്ചുകൊണ്ട് ഒന്ന് പകൽക്കാലം ഒന്ന് ഏറ്റുപോയാമോ? ഒന്ന് വിശ്വസിച്ചോട്ട് പറയാമോ? എന്റെ സഭയിൽ, എന്റെ സഭയിൽ, എന്റെ സഭയിൽ, എന്റെ സഭയിൽ ആത്മവ്യാപാരമുണ്ടാകുമ്പോൾ അതിന് മുമ്പ് എന്റെ മേൽ വരാൻ പോകുന്നു. എന്നിൽ കൂടാണ് എന്റെ സഭയിലേക്ക് ഒഴുകാൻ പോകുന്നത്. വിശ്വസിച്ചുകൊണ്ട് ഒന്ന് സ്തോത്രിച്ച് പറയൂ. എന്നെ പോലെ ആത്മാവേ അങ്ങനെ അങ്ങനെ ജനങ്ങളെ ഞങ്ങളിലേക്ക് ഇന്ന് പകൽ ശക്തിയോടെ എഴുതിപ്പോകണമേ. സ്വാഭാവിക വഴിക്കല്ല, അതിശക്തമായ വഴിക്ക്, എന്നെ പുറപ്പെട്ടു കഴിയുന്ന വഴിക്ക് ഞാൻ അറിയിച്ചപ്പോൾ ഞാനിവിടെ തൊട്ടാൽ ആത്മസാന്നിധ്യം പോകത്തക്കവണ്ണമുള്ള ഒഴുക്ക് സംഭവിക്കല്ലേ? അത് നിശ്ചയമായി സംഭവിക്കും. ശുശ്രൂഷ മണ്ഡലത്തിൽ അടുത്ത ആഴ്ച വ്യത്യാസം ഉണ്ടാക്കത്തക്ക ആത്മപ്രവൃത്തി ഉണ്ടാവണം. അടുത്ത മണ്ഡലം ഇന്ന് പകൽ നമ്മുടെ മേലോപ്പമാണ്. ഈ ദിവസം ആത്മാവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആത്മാവിന് ഏറ്റുപാടുന്നു, വിശ്വാസത്തോടെ പാടുന്നു. എന്തൊക്കെ ജീവിക്കണം തരാം. ഓ Jehovah.
Grazie.